സോ അങ്ങനെ ഈ ആഴ്ചത്തെ സെക്കൻഡ് ട്രേഡ് നമുക്ക് കിട്ടി. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആക്ച്വലി. ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ, എനിക്ക് വെക്കുന്ന എൻട്രിയിലൊന്നും പ്ലേസ് ആകുന്നില്ല. അത്രത്തോളം വോൾട്ടൈലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഇന്ന് ഇച്ചിരി സ്ലോ ആയിരുന്നു. സ്ലോ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ആക്ച്വലി വലിയ എസ് എൽ വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ ന്യൂയോർക്ക് സെഷനിലേക്ക് കയറിയപ്പം ഫസ്റ്റത്തെ ട്രേഡ് എനിക്ക് മിസ്സായി. അവിടെയും ഞാൻ ലിമിറ്റ് പ്ലേസ് ചെയ്തു, പക്ഷേ എൻ്റെ ലിമിറ്റിന് തൊട്ടടുത്ത് വരെ വന്നിട്ട് അത് താഴോട്ട് ഇറങ്ങിപ്പോയി, എൻ്റെ ഡയറക്ഷൻ തന്നെ പോയി. രണ്ടാമത്തെ കേസിൽ അത് ഒന്ന് റീട്രേസ്മെൻറ്റ് എടുത്തപ്പം കുറച്ചുകൂടെ കൺഫർമേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എന്നാൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ നോത്ത് അതിനകത്ത് കയറി. അത് ഞാൻ മാർക്കറ്റിലാണ് എൻ്റർ ചെയ്തത്. മാർക്കറ്റ് കയറിയോണ്ടാന്ന് തോന്നുന്നു അത് അവിടെ നിന്ന് തന്നെ വർക്കൗട്ടായി. ആൻഡ് നല്ലൊരു 1:2.38 RR ട്രേഡ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റി. സോ ഡ്രോ ക്ലിയർ ആയിരുന്നു രണ്ട് കേസിലും ഞാൻ. സോ അതിൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് കാണിച്ചു തരാം. സോ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ 4 ഹവറിൻ്റെ ക്യാൻഡിൽ ക്ലോസ് നോക്കാം. കഴിഞ്ഞ 4 ഹവർ ക്യാൻഡിൽ ബുള്ളിഷ് ആയിരുന്നു, പക്ഷേ ഈ ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഈ ഒരു ഏഷ്യൻ ഹൈ തൊട്ട് ഏഷ്യൻ ലോ വരെയുള്ള ഈ റേഞ്ച്, അല്ലെങ്കിൽ ലണ്ടൻ ലോ വരെയുള്ള റേഞ്ച് നോക്കിക്കഴിഞ്ഞാലും അത് പ്രീമിയത്തിനകത്തോട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്തു. ലണ്ടൻ ആക്ച്വലി പ്രീമിയത്തിലേക്ക് വരുവായിരുന്നു. ഇക്വിലിബ്രിയം ടാപ്പിംഗ് ചെയ്തു. നമുക്കിവിടെ ഒരു 15 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഒരു 30 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. 30 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് റിയാക്ട് ചെയ്തിട്ടാണ് പ്രൈസ് താഴോട്ട് ഇറങ്ങിയത്. സോ ഇവിടെ വന്ന് ഇത് റിയാക്ട് ചെയ്തപ്പോൾ ഈ ഹൈ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. ഈ ഹൈ 8:30 കഴിഞ്ഞപ്പോൾ ഈ ഹൈ ട്രിഗറായിട്ട് 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേഞ്ചിങ് സ്റ്റേറ്റ് തന്നു. താഴത്തേക്ക് സ്ട്രക്ചർ തിരിഞ്ഞാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറ്റിത്തരാം. സോ ഇവിടെ മേളിലേക്ക് പോയിട്ട് പ്രൈസ് മേളിലേക്ക് പോയിട്ട് താഴത്തേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് താഴത്തേക്ക് തിരിഞ്ഞു. അപ്പം ഞാൻ എന്നാൽ ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിനകത്തോട്ട് എൻട്രി വെക്കാമെന്ന് ഓർത്ത്, അല്ലെങ്കിൽ ഈ ചേഞ്ചിങ് സ്റ്റേറ്റിനകത്ത് എൻട്രി വെക്കാമെന്ന് ഓർത്ത് ഇവിടെ കൊണ്ട് ഞാൻ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു. ഈ ഹൈയിൽ SL വെച്ചു. പക്ഷേ മാർക്കറ്റ് നല്ല രീതിയിൽ സിൽവർ ബിയറിഷ് ആയിരുന്നു. സോ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് ഒന്ന് ടാപ്പിൻ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി. ഇവിടുന്ന് എൻട്രി വെക്കേണ്ടതായിരുന്നു. സോ ഇവിടെ വലിയ സ്റ്റോപ്പ് 50 പിപ്പിൻ്റെ സ്റ്റോപ്പ് വരുന്നുള്ളായിരുന്നു. അവിടുന്ന് വെച്ചാൽ മതിയായിരുന്നു. അത് അവിടെ വെച്ചിരുന്നെങ്കിൽ ഞാൻ മാർക്ക് ചെയ്ത ഈ ഈക്വല്ലോ നിങ്ങൾക്ക് കാണാം. അവിടെ വന്ന ഉടനെ അത് റിവേഴ്സ് ചെയ്തു. സോ ആ റിവേഴ്സിൽ കിട്ടിയ പോയിന്റിൽ, അല്ലെങ്കിൽ ആ ഒരു ഈക്വല്ലോയിലായിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചത്. 100 ഉപ്പുണ്ട്, അത് ഹിറ്റ് ചെയ്തേനെ. 1:2 RR ഉണ്ടായിരുന്നു അത് ട്രേഡ്. സോ അത് പോയി കഴിഞ്ഞപ്പം ഇച്ചിരി വിഷമം ഉണ്ടായത്. കാരണം എനിക്ക് ഈ ആഴ്ച അധികം ട്രേഡ്സ് ഒന്നും കിട്ടിയില്ല. ഇതുപോലെ ലിമിറ്റ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ആകാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ നേരം വെയിറ്റ് ചെയ്തു ഇതൊന്ന് റീട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 9:30 ആകുമ്പോഴത്തേന് എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു. 9:30 ഓപ്പൺ ആയത് മേളിലേക്കാണ്. സോ ഞാൻ നോക്കിയപ്പം ഇവിടുന്ന് ഒരു ചേഞ്ച് സ്റ്റേറ്റ് 1 മിനിറ്റ് മേളിലേക്ക് തരുന്നുണ്ട്. പക്ഷെ അന്നേരം ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ബിയറിഷ് ആണ്. ഹയർ ടൈം ഫ്രെയിമിൽ എല്ലാ ക്യാൻഡിലും ബിയറിഷ് സിഗ്നലാണ് തരുന്നത്. സോ ബുള്ളിഷ് ട്രേഡ് എടുത്താൽ മണ്ടത്തരായി പോകും. അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ റിസ്കിൽ നമുക്കെന്നാൽ കയറാമെന്ന് ഓർത്ത് ഇവിടെ ഞാൻ മാർക്കറ്റിൽ കയറി. ആൻഡ് ഈ ഒരു ഹൈയിൽ SL വെച്ചു. ഈ ഒരു ഹൈയിലാണ് SL വെച്ചത്. സോ അതിൻ്റെ ഡ്രോ എന്ന് പറഞ്ഞാൽ താഴെ ഈ ഏഷ്യൻ ലോയും ലണ്ടൻ ലോയും അതിൻ്റെ തൊട്ട് മേലത്തെ ലോയും കൂടെ കാണാം നിങ്ങൾക്ക് ഇവിടെ. ഇതെല്ലാം ഈക്വൽ ലോസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സോ ഈക്വൽ ലോസ് ആണ് ടാർഗറ്റ് ചെയ്തത്. സോ നേരെ താഴോട്ട് വന്നു, അത് ഹിറ്റ് ചെയ്തു. ഒരു ട്രേഡ് കൂടെ കയറിയാലെന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ഇത് ഓൾറെഡി ഹിറ്റ് ചെയ്തതിൻ്റെ യുഫോറിക് സ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ഇത് വിന്നർ ആണല്ലോ എന്നുള്ളൊരു യുഫോറിക് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഉടനെ പോയി ഒരു ചാടിക്കയറിയ ഒരു എൻട്രി ഞാൻ നോക്കാൻ പോയാൽ ചിലപ്പം ഇല്ലാത്തൊരു എൻട്രി ഞാൻ കണ്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ ഞാൻ കയറിയില്ല. ആൻഡ് ഇപ്പോൾ പ്രൈസ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മേളിലേക്ക്. ഇപ്പോൾ 10 o'clock ക്യാൻഡിൽ ഓപ്പണായി ഇപ്പോൾ അത് മൂവ് ചെയ്ത് തുടങ്ങുക. സോ ഇത് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എനിമോർ. ഞാൻ ഇനി ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെ ഉണ്ട്. സോ ഇത്തന്നെ റിയാക്ട് ചെയ്ത് താഴോട്ട് വരുമോ അല്ലെങ്കിൽ മേളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. താഴെ ഇവിടെ നമുക്കൊരു 1 ഹവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പും ഇതൊരു വിക്ലെസ് ക്യാൻഡിലും ഉണ്ട്. സോ ഇതെല്ലാം ഡ്രോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇതായിരുന്നു ആ രണ്ട് ട്രേഡ്. ഇത് മിസ്സായ ട്രേഡും ഇത് നമുക്ക് കിട്ടിയ ട്രേഡുമാണ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഈ ആഴ്ചത്തെ ഒരു ലോസും കൂടെ ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതും നിങ്ങൾക്കൊരു സോ വീക്ക് ഓപ്പൺ ആയത് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഹ്യൂജ് റൺ ആയിരുന്നു. ഒരു 800 പിപ്സിൻ്റെ എങ്ങാണ്ട് മൂവ് ഉണ്ടായിരുന്നു. സോ ഞാൻ എൻട്രി എടുത്തത് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു ഇവിടുന്നായിരുന്നു. ഇതൊരു ഏഷ്യൻ ഹൈ ആയിരുന്നു. ഞാനിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് താഴത്തേക്ക് റിവേഴ്സ് ചെയ്യുമെന്ന് തോന്നിയപ്പം ഞാൻ ഇവിടെ എൻട്രി എടുത്തു, ഷോർട്ട് എൻട്രി. ഈ ഒരു
ചേഞ്ച് സ്റ്റേറ്റ് പോലെ, അല്ലെങ്കിൽ ഇവിടുന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് താഴോട്ടേക്ക് തന്നപ്പോഴത്തേനും ഇവിടുന്ന് ഒരു എൻട്രി താഴോട്ടേക്ക് എടുത്തു, ഇതിനെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്. ദ ഇഷ്യൂ വാസ്, ഇത് ബുള്ളിഷ് ആയിട്ടായിരുന്നു നിന്നിച്ചിരുന്നത് ആ സമയത്ത്. സോ ഞാൻ പോയി ബിയറിഷ് എൻട്രി എടുത്തതും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഇത് മിസ് ചെയ്യുമെന്നുള്ളൊരു ഫോമോ എനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് പോയി എടുത്തത്. ആൻഡ് ഓൾസോ ഇത് ലണ്ടൻ ഓപ്പൺ ആകുന്നതിന് മുന്നേ, ലണ്ടൻ 2 മണിയുടെ ക്യാൻഡിൽ ഓപ്പൺ ആകുന്നതിന് മുന്നേ ആണ് ഈ എൻട്രി പോയി എടുത്തത്. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അന്നേരത്തേനും തൊട്ട് മണ്ടയിൽ ഏഷ്യൻ ഹൈ ഉള്ളപ്പോൾ അത് എടുക്കാതെ പോകത്തില്ല. സോ അത് എടുക്കാൻ വേണ്ടി പ്രൈസ് വന്നു. അത് എടുത്ത ഉടനെ നമ്മളിവിടെ 3500 എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ചേഞ്ച് സ്റ്റേറ്റ് തന്നു. ഇവിടെ ആയിരുന്നു പ്രോപ്പർ എൻട്രി, നമുക്ക് ഇവിടെ ആയിരുന്നു എൻട്രി എടുക്കണ്ടേ. ഈ ചേഞ്ച് സ്റ്റേറ്റിൽ ഇവിടെ വെച്ചിട്ട് ഇതിന് മേളിലേക്ക് ഇതിൻ്റെ ബോഡി വെച്ചാലും മതിയായിരുന്നു. ഇങ്ങനെയായിരുന്നു ആ ട്രേഡ് വർക്കൗട്ട് ആവേണ്ടത്. ഇതൊരു 200 പിപ്സിന് മൂവ് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ വർക്കൗട്ട് ആവേണ്ട ട്രേഡിന് പകരം ഞാൻ താഴത്തേക്ക് നേരത്തെ പോയി കയറി. അതായിരുന്നു എനിക്ക് ഈ ആഴ്ച പറ്റിയ മിസ്റ്റേക്ക്. ആൻഡ് ഓൾസോ ബയസും ബുള്ളിഷ് ആയിരുന്നു. അത്രയും നേരം ബയസ് ബുള്ളിഷ് ആയിരുന്നു. ഏഷ്യൻ ഹൈ ഞാൻ ഇഗ്നോർ ചെയ്തതോ ഒരു വിഷയമായി. കാരണം ഇത്രയും അടുത്ത ഏഷ്യൻ ഹൈ നിൽക്കുമ്പോൾ അതും കൂടെ എടുത്തിട്ടായിരിക്കാം, എന്നിട്ട് സെഷൻ എടുത്തിട്ടായിരിക്കാം തിരിയാനുള്ള ചാൻസസ് കൂടുതൽ. സോ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. സോ അതാണ് മിസ്റ്റേക്ക്, ഇതാണ് എൻ്റെ ലൂസിങ് ആ ട്രേഡ്. സോ എനിവേസ് ആ ട്രേഡും പോയി. ഇവിടുന്ന് കുറേ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഇതൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി. ഇതെല്ലാം താഴത്തേക്ക് വന്നിടത്തെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഇതൊരു 600 പിപ്പ് 532 പിപ്പിൻ്റെ ക്യാൻഡിലാണ് പോയത്. സോ എത്രത്തോളം വോളറ്റൈലായിരുന്നു മാർക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, 580 പിപ്പിൻ്റെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലാണ് താഴത്തേക്ക് പോയേക്കുന്നത്. ദിസ് മാർക്കറ്റ് ഈസ് റിയലി വോളറ്റൈൽ. എങ്ങോട്ടേക്കാണ് അടുത്ത മൂവ് എന്ന് നിങ്ങൾക്ക് ഡ്രോ ക്ലിയർ ആണെങ്കിൽ, ആൻഡ് ഓൾസോ നിങ്ങളുടെ റൂൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ, അത് അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ റിവാർഡിങ് മാർക്കറ്റും കൂടിയാണ്. സോ എനിക്കെല്ലാം റൂൾസും ഉണ്ടെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു ഞാൻ ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ അന്നേരം ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അത്രത്തോളം വോളറ്റൈൽ ആയതുകൊണ്ട് എൻട്രീസ് വെച്ച് ലിമിറ്റ് എൻട്രീസ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ട്രിഗർ ആകുന്നില്ല. അതൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റ് അത് എൻ്റർ ചെയ്തുകൊണ്ട് എനിക്ക് ആ ട്രേഡ് കിട്ടി. ഇനി തൊട്ട് വാച്ച് വെച്ച് മാർക്കറ്റ് പക്ഷേ അന്നേരം റിസ്ക് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, റിസ്ക് നോക്കിയിട്ട് വേണം എൻട്രി ചെയ്യാൻ. ബട്ട് എനിവേസ് നമുക്ക് ഇന്ന് ആ ഒരു ട്രേഡ് വെച്ച് ക്ലോസ് ചെയ്തു. ഞാൻ പിന്നീട് എൻട്രീസ് ഒന്നും എടുത്തില്ല. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ദ ടോപ്പ് ഡൗൺ അനാലിസിസ് ഓഫ് ദിസ് വീഡിയോ. സോ നാളെ ഇനി ട്രേഡ്സ് എടുക്കുമ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, വീഡിയോസ് ചെയ്യാം. സോ ബൈ.